നമസ്തേ. നൂറ്റാണ്ടോളമായി മാധ്യമരംഗത്ത് സജീവമായ കാരവൽ ഡിജിറ്റൽ രംഗത്തേക്ക് കാലുകുത്തുകയാണ്. കാസർകോട്ടെ ആദ്യ ദിനപത്രമായ കാരവൽ ഡിജിറ്റൽ മീഡിയകളായ യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 1976 കാരവൽ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് അതിയാമ്പൂർ സ്വദേശിയായ ശ്രീ കുഞ്ഞികൃഷ്ണനായിരുന്നു പത്രം ആദ്യം ആരംഭിച്ചത്. കാഞ്ഞങ്ങാട്ടും പയ്യന്നൂരിലും കാസർഗോട്ടും അദ്ദേഹം പത്രം മാറി മാറി പ്രസിദ്ധീകരണം ആരംഭിച്ചുവെങ്കിലും എവിടെയും അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല. 1988 പത്രത്തിൻ്റെ ചുമതല ഞങ്ങൾ ഏറ്റെടുത്തു. 1998 കാരവൽ കന്നഡ എഡിഷനും ആരംഭിച്ചു. ആദ്യമായി കാരവൽ ഞങ്ങൾ അച്ചടി ആരംഭിച്ചത് സിലിണ്ടർ പ്രസ്സിലായിരുന്നു. പിന്നീട് വെബ് ഓഫ്സെറ്റിലും പിന്നീട് കളർ ഓഫ്സെറ്റിലും പ്രസിദ്ധീകരണം ആരംഭിച്ചു. ആയിരത്തി 1998 കന്നഡ എഡിഷൻ ആരംഭിച്ചതോടെ പത്രത്തിൻ്റെ ചുമതല എൻ്റെ സഹോദരൻ എസ് രാജുവിന് കൈമാറി. എൻ്റെ ഭാര്യ എസ് സുജാത പത്രപ്രവർത്തനവുമായി പത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കാസർഗോഡ് സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് കാരവൽ പ്രസിദ്ധീകരിക്കുന്നത്. കാരവൽ മീഡിയയും ഇവിടെ തന്നെയാണ് ആരംഭിക്കുന്നത്. 22ാം വയസ്സിലാണ് പത്രപ്രവർത്തന രംഗത്തേക്ക് ഞാൻ കടന്നു വരുന്നത്. തോപ്പിൽ രവിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരണം നടത്തിയിരുന്ന ജാലകം ദൈവാരികയിലും പിന്നീട് ജനയുഗത്തിലും ജോലി ചെയ്തു. കാമ്പിശ്ശേരി കരുണാകരനായിരുന്നു അന്ന് ജനയുഗത്തിൻ്റെ പത്രാധിപർ. കേരള കൗമുദിയിൽ ശ്രീ MS മണിയുടെ നിയന്ത്രണത്തിലും മലയാള മനോരമയിൽ ശ്രീ K അബൂബക്കറുടെ ഉപദേശങ്ങൾക്കനുസരിച്ചും ജോലി ചെയ്തു. ഇവിടെ പരാമർശിക്കപ്പെട്ടവരൊക്കെ എൻ്റെ പത്രപ്രവർത്തനത്തിന് വലിയ സംഭാവനകളും ഉപദേശങ്ങളും ചെയ്തു തന്നവരാണ്. എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകരുടെ നിസ്സീമമായ സഹകരണവും ഈ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് പ്രധാന ഘടകമായിരുന്നു. ഈ സന്തോഷ മുഹൂർത്തം ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളോടും മുഴുവൻ ആളുകളോടും ഞങ്ങൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ കാരവലിന് നൽകിയിരുന്ന പ്രോത്സാഹനവും സഹായവും ഇനിയും ഉണ്ടാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.